പാഠം 717. ഭാര്യയെ മര്യാദ പഠിപ്പിക്കാനുള്ള വഴി. അവശ്യ സാധനങ്ങളുടെ വില ഇനിയും കൂടാൻ സാധ്യത. ഇനി സാധാരണക്കാരെങ്ങനെ ജീവിക്കും? സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വില ഇനിയും കൂടാനാണ് സാധ്യതയെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ചരക്ക് ഗതാഗതത്തിൽ വന്ന വർധനവും നികുതി ഇനത്തിലെ മാറ്റവുമാണ് അവശ്യ വസ്തുക്കളുടെ വില വീണ്ടും കൂടാനിടയായത്. ഇങ്ങനെ പോയാൽ നാട് വിടേണ്ടി വരും. അല്ല, ഹിമാലയത്തിൽ എങ്ങനെ പോയി തപസ്യ ജീവിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. മണി എത്രയെന്നാ വിചാരം? ഇന്ന് ആഫീസിൽ പോകുന്നൊന്നും ഇല്ലേ? ഇതുവരെ കുളിച്ചിട്ട് പോലും ഇല്ല. കുളിക്കേണ്ട സമയമാകുമ്പോൾ കുളിക്കാനും ആഫീസിൽ പോകേണ്ട സമയമാകുമ്പോൾ ആഫീസിൽ പോകാനും മോഹനകൃഷ്ണൻ സാറിന് അറിയാം. എല്ലാ ദിവസവും ഞാൻ കുളിക്കാൻ പോകുന്നത് 8:30-നാണ്. 8:30 മുതൽ 8:45 വരെയാണ് ഞാൻ കുളിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന സമയം. ഇപ്പോ മണി 8:20 കഴിഞ്ഞേ ഉള്ളൂ. അതായത് കുളിമുറിയിലേക്ക് കടക്കാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട് എന്നർത്ഥം. എന്ത് മനോഹരമായ സമയനിഷ്ഠ! ആളുകൾ ആഫീസിൽ പോകാനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും എല്ലാം ഈ സമയനിഷ്ഠ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കുളിക്കാനുള്ള സമയം പോലും ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ എന്റെ ഈ മോഹനേട്ടൻ. പള്ളി നീരാട്ട് രാവിലെ 8:30 മുതൽ 8:45 വരെ. അടിപൊളി. എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ അത് വക്കീലിന്റെ ആഫീസിലുള്ള ആരോ ആണ്. ആഫീസിലുള്ള ആരായിരിക്കും? ഗുമസ്തൻ മത്തായി ചേട്ടനാണ് കക്ഷി. ഓ, ഉറപ്പാണോ സാറേ? ഇന്നലെ രാവിലെ അവൾ ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയതാ. ഭാമേ, മണി 9:30 കഴിഞ്ഞു, എനിക്ക് ആഫീസിൽ പോണം. ഇതിനു വേണ്ടിയല്ലേ ഭാമേ ഭാമേ എന്ന് കിടന്ന് വിളിച്ചോണ്ടിരുന്നത്? ഇതെടുത്ത് ബാഗ് വെച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. എത്രയൊക്കെ ആയാലും ഞാൻ പോകാൻ തയ്യാറായി കഴിഞ്ഞ് ഭാമേ 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 എന്ന് 4 പ്രാവശ്യം വിളിച്ചാലേ നീ ചോറും കൊണ്ടുവരൂ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ? മോഹനേട്ടാ, അതെന്റെ കുഴപ്പമല്ലല്ലോ. ആഫീസിൽ പോകാൻ ഇറങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നേ ഷർട്ടും മുണ്ടും എടുത്തിട്ട് ഇവിടെ വന്നിന്ന് ഭാമേ ഭാമേ എന്നിങ്ങനെ 4 പ്രാവശ്യം വിളിക്കുക എന്നുള്ളത് മോഹനേട്ടനൊരു ശീലമായി പോയി. അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ ചോദിച്ചു, അതങ്ങ് കൊടുക്കുക. അടുത്ത മാസത്തെ ശമ്പളത്തിന് അതങ്ങ് പിടിക്കുന്നു. അത്രയല്ലേ ഉള്ള കാര്യം. എന്തായാലും മാധവൻകുട്ടിയും മോഹനേട്ടൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മത്തായി ചേട്ടന് ഞാൻ പൈസ കൊടുക്കും. അതിലൊരു സംശയവും വേണ്ട. പക്ഷേ നിന്റെ പൈസ ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ നീ എന്നോട് പൈസ ചോദിച്ചത്. മോഹനേട്ടാ, ഇന്ന് പൈസ ഇല്ലാന്ന് ഓർത്ത് എന്നും അങ്ങനെ ആവില്ലല്ലോ. എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ മോഹനേട്ടന്റെ കയ്യിലോട്ട് വെച്ച് തരുന്നോണ്ടാണല്ലോ എനിക്കൊരാവശ്യം വരുമ്പോ ഞാൻ ഇങ്ങനെ മോഹനേട്ടന്റെ പുറകെ ചോദിച്ചോണ്ട് നടക്കേണ്ടി വരുന്നത്. ഇനി മേലിൽ എന്റെ കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മോഹനേട്ടൻ തരുന്ന പ്രശ്നം ഉണ്ടാവില്ല. മത്തായി ചേട്ടനെ പോലുള്ള ഒരു അത്യാവശ്യം പണം കടം ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാമല്ലോ. ഇനി അങ്ങനെ ഉണ്ടാവും. എന്റെ കാശ് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെലവാക്കും. എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കും. ഓയ്ക്കും. അപ്പ സംഭാവതി തന്നെ സാറേ, ഇന്നലെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയതിന് ശേഷം വക്കീലിന് ഏതോ കേസിന്റെ ഫീസ് കിട്ടി. അക്കാര്യം സാറിനെ അറിയിക്കാതെ ആ പൈസ മത്തായി ചേട്ടന് കൊടുക്കാനാണ് വക്കീലിന്റെ പരിപാടി. ഞാനെങ്ങാനും സംഭവം അറിഞ്ഞാൽ പ്രശ്നമാക്കുമെന്ന് അവൾ മത്തായി ചേട്ടനോട് ഫോണിൽ പറഞ്ഞത് ഞാൻ കേട്ടതാ. പക്ഷേ സ്വന്തം ഭർത്താവിനെ വിളിച്ച് മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നത് മര്യാദയാണോ ഉത്തമ? അയ്യോ, അതിപ്പോ വേറെ ആക്കുമല്ലോ സാറേ. കൊടുക്കുന്ന മത്തായി ചേട്ടനല്ലേ. അത് വെറും 5000 രൂപ. അതങ്ങ് വിട്ടുകളാ സാറേ. എത്ര രൂപ എന്നുള്ളതല്ല പ്രശ്നം, ഭാര്യ ഭർത്താവിനെ ധിക്കരിച്ചോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്നെ ഒളിച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന സത്യം അവളെ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് ബാക്കി കാര്യം. അല്ല സാറിപ്പോ എന്ത് ചെയ്യാൻ പോണേ? മത്തായി ചേട്ടന് തിരക്കായത് കൊണ്ട് വേറെ ആരെയോ പറഞ്ഞു വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്നവൻ കൃത്യം 8:30-നും 8:45-നും ഇടയ്ക്ക് ഇവിടെ എത്തും. അവൻ വരട്ടെ, അപ്പൊ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. മേലിൽ എന്നെ ഒളിച്ച് ഭാമ ഒരാൾക്ക് ഒരു പൈസ പോലും കൊടുക്കാൻ പാടില്ല.
ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇവിടെ നിൽക്കാതെ സ്ഥലം വിടുന്നതാണ് ബുദ്ധി. നീ എന്താ എന്നെ പറ്റി കരുതിയത്? ഞാനൊരു പമ്പര വിഡ്ഢിയാണെന്നോ? ഒരിക്കലുമല്ല. നീ ഒരു കാര്യം മനസ്സിൽ കാണുമ്പോൾ ഞാനത് മരത്തി കാണും. അതുകൊണ്ടാണ് ഞാൻ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറായത്. തൊണ്ടി സഹിതം പിടിക്കാന്ന് പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു? നീ പറഞ്ഞു ഇല്ല. പക്ഷേ അങ്ങനെ നീ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല.